കണ്ണു കാണാൻ സാധിക്കാത്ത പക്ഷി ഏതാണ്? തേൻകുരുവി, കിവി, കഴുകൻ, ബുൾബുൾ. കണ്ണു കാണാൻ സാധിക്കാത്ത ഒരുതരം പക്ഷിയാണ് കിവി. ഇവയ്ക്ക് കാഴ്ചശക്തി വളരെ കുറവാണ്, അല്ലെങ്കിൽ കണ്ണു കാണാൻ സാധിക്കില്ല എന്ന് തന്നെ പറയാം. എന്നാൽ കാഴ്ചയ്ക്ക് പകരം ഇവയുടെ ഘ്രാണശക്തിയും കേൾവിശക്തിയും വളരെ ശക്തമാണ്. ഭൂമിക്കടിയിലെ പുഴുക്കളെയും പ്രാണികളെയും മണത്തറിഞ്ഞു പിടിക്കാൻ ഇവ നീളമുള്ള ചുണ്ട് ഉപയോഗിക്കുന്നു. പറക്കാൻ കഴിയാത്ത ഒരു പക്ഷി കൂടിയാണിത്. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്നറിയപ്പെടുന്നത് ഐസ്ലാൻഡ്, ഓസ്ട്രേലിയ, ഇന്ത്യ, അമേരിക്ക. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്നറിയപ്പെടുന്നത് ഐസ്ലാൻഡിനെയാണ്. ആഗോള സമാധാന സൂചികയിൽ തുടർച്ചയായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഐസ്ലാൻഡ്. ഇവിടെ കുറ്റകൃത്യങ്ങൾ വളരെ കുറവാണ്. ആളുകൾ പരസ്പരം വളരെയധികം വിശ്വസിക്കുന്നു. പോലീസുകാർ പോലും തോക്കുകൾ കൊണ്ട് നടക്കാത്ത രാജ്യങ്ങളിൽ ഒന്നാണിത്. പ്രകൃതി സൗന്ദര്യത്തിന് പേരുകേട്ട ഇവിടേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഞ്ചാരികൾ എത്താറുണ്ട്. പപ്പായ കഴിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗം: മറവി, അലർജി, ഹൃദ്രോഗം, മലേറിയ. എല്ലാ ദിവസവും പപ്പായ കഴിക്കുന്നതിലൂടെ തടയാൻ കഴിയുന്ന രോഗമാണ് ഹൃദ്രോഗം. പപ്പായയിൽ ധാരാളം വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഇത് തലച്ചോറിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഓർമ്മശക്തി കുറയുന്നതുപോലുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തടയാനും സഹായിക്കുന്നു. കൂടാതെ ദഹനശേഷി വർദ്ധിപ്പിക്കാനും ചർമ്മം മിനുസമുള്ളതാക്കാനും പപ്പായ മികച്ചൊരു ഭക്ഷണമായി ഉപയോഗിക്കുന്നു. സ്വർണ്ണപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം: ശ്രീലങ്ക, ജർമ്മനി, റഷ്യ, കോങ്കോ. ലോകത്തിൽ സ്വർണ്ണപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് കോങ്കോ. ആഫ്രിക്കൻ രാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലാണ് ഈ സ്വർണ്ണപർവ്വതം ഉള്ളത്. ഈ മലയിലെ മണ്ണിലും പാറകളിലും വലിയ അളവിൽ സ്വർണ്ണത്തിൻ്റെ അംശം അടങ്ങിയിരിക്കുന്നതുകൊണ്ടാണ് ഇതിനെ സ്വർണ്ണപർവ്വതം എന്ന് വിളിക്കുന്നത്. ഇവിടുത്തെ മണ്ണ് കുട്ടികൾക്ക് കൗതുകമുണർത്തുന്ന ഒന്നാണ്. ചന്ദ്രനിലേക്ക് ആദ്യമായി പോയ മൃഗം ഏത്? കുരങ്ങ്, എലി, നായ, പൂച്ച. ചന്ദ്രനിലേക്ക് ആദ്യമായി പോയ മൃഗമായിരുന്നു നായ. മനുഷ്യൻ ബഹിരാകാശ യാത്രകൾ നടത്തുന്നതിന് മുൻപ് അവിടെയുള്ള സാഹചര്യങ്ങൾ മനുഷ്യ ശരീരത്തെ എങ്ങനെ ബാധിക്കുമെന്ന് പരിശോധിക്കാൻ ശാസ്ത്രജ്ഞർ മൃഗങ്ങളെയാണ് പരീക്ഷണത്തിനായി അയച്ചത്. ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ജീവി റഷ്യൻ വംശജനായ ലൈക്ക എന്ന പട്ടിയാണ്. കൊറോണ വാക്സിൻ ആദ്യമായി നിർമ്മിച്ച രാജ്യമേത്? ഇന്ത്യ, റഷ്യ, ചൈന, അമേരിക്ക. കൊറോണ വാക്സിൻ ആദ്യമായി നിർമ്മിച്ച രാജ്യമായിരുന്നു റഷ്യ. കോവിഡ്-19 അല്ലെങ്കിൽ കൊറോണ മഹാമാരിയെ പ്രതിരോധിക്കാൻ ലോകത്താദ്യമായി ഔദ്യോഗികമായി വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് റഷ്യ. സ്പുട്നിക് വി എന്നാണ് ഈ വാക്സിന് പേരിട്ടിരിക്കുന്നത്. റഷ്യയിലെ ഗമാലിയ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇത് കണ്ടുപിടിച്ചത്. ചുവന്ന വെണ്ടയ്ക്ക കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബീഹാർ, രാജസ്ഥാൻ, മിസോറാം, തമിഴ്നാട്. ചുവന്ന വെണ്ടയ്ക്ക കാണപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ. സാധാരണയായി നമ്മൾ പച്ച നിറത്തിലുള്ള വെണ്ടയ്ക്കയാണ് കണ്ടിട്ടുള്ളത്. എന്നാൽ കടും ചുവപ്പ് അല്ലെങ്കിൽ പർപ്പിൾ നിറത്തിലുള്ള വെണ്ടയ്ക്കയും ഉണ്ട്. ഇന്ത്യയിൽ ഉത്തർപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ചില കർഷകരാണ് ഈ പ്രത്യേക വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നത്. ഇതിൽ സാധാരണ വെണ്ടയ്ക്കയേക്കാൾ കൂടുതൽ പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുണ്ട്. ഭിക്ഷാടനത്തിന് വരെ ലൈസൻസ് ആവശ്യമുള്ള രാജ്യം: സ്വീഡൻ, ലണ്ടൻ, സൗദി അറേബ്യ, ജനീവ. ഭിക്ഷാടനത്തിന് പോലും ലൈസൻസ് ആവശ്യമുള്ള ഒരു രാജ്യമാണ് സ്വീഡൻ. സ്വീഡനിലെ ചില നഗരങ്ങളിൽ തെരുവിൽ ഭിക്ഷ യാചിക്കാൻ പോലും സർക്കാർ അനുമതി പത്രം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഭിക്ഷാടനത്തിനെ നിയന്ത്രിക്കാനും അനധികൃതമായി ആളുകളെ കൊണ്ട് ഭിക്ഷ എടുപ്പിക്കുന്ന മാഫിയകളെ തടയാനുമാണ് അവിടുത്തെ സർക്കാർ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നത്. കേരളത്തിൽ വലിപ്പത്തിൽ 1-ാം സ്ഥാനമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ, പാലക്കാട്, കോഴിക്കോട്, ആലപ്പുഴ.
കേരളത്തിൽ വലിപ്പത്തിൻ്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്തുള്ള ജില്ലയാണ് പാലക്കാട്. കേരളത്തിലെ 14 ജില്ലകളിൽ ഭൂവിസ്തൃതി അതായത് വലിപ്പമനുസരിച്ച് ഏറ്റവും വലിയ ജില്ല പാലക്കാടാണ്. കേരളത്തിൻ്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പാലക്കാട് തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ല കൂടിയാണ്. ഇവിടുത്തെ പാലക്കാട് പാസും മലനിരകളും വളരെ പ്രശസ്തമാണ്. എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശരീരത്തിന് ലഭിക്കുന്ന ഗുണം: സ്ട്രെസ് ഫ്രീ, ശരീര സൗന്ദര്യം വർദ്ധിക്കും, മെലിയും, തുടുക്കും. എല്ലാ ദിവസവും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ശരീരത്തിന് സ്ട്രെസ് ഫ്രീ ലഭിക്കും. ശരീരത്തിലെ എൻഡോർഫിൻ, ഓക്സിറ്റോസിൻ എന്നീ സന്തോഷം തരുന്ന ഹോർമോണുകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഇത് മാനസിക പിരിമുറുക്കവും ഉത്കണ്ഠയും കുറയ്ക്കാൻ ഏറ്റവും മികച്ച വഴിയാണ്. ഭൂമിയിലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളിൽ ഭൂമിയെ ഏറ്റവും മാരകമായി ബാധിക്കുന്നത് വരൾച്ച, വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, ഇടിമിന്നൽ. ഏറ്റവും മാരകമായി ബാധിക്കുന്നത് വരൾച്ചയാണ്. കേരളത്തെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം: കർണാടക, തെലുങ്കാന, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്. കേരളത്തെ കൂടാതെ ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം കർണാടകയും ആഘോഷിക്കുന്നു. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകൾ ഏവ? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇവയെല്ലാം. പുനഃസ്ഥാപിക്കാൻ സാധ്യമല്ലാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദം: കബഡി, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ടെന്നീസ്. പൂന ഗെയിം എന്നറിയപ്പെടുന്ന കായിക വിനോദമാണ് ബാഡ്മിൻ്റൺ. മനോഹര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലം: ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, ദാമൻ, ഹവേലി. മനോഹര നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ചണ്ഡീഗഡ്. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്: പസഫിക് സമുദ്രം, അന്റാർട്ടിക് സമുദ്രം, ആർട്ടിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം. ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രമാണ് ആർട്ടിക് സമുദ്രം. പ്രകാശ സംശ്ലേഷണ പ്രവർത്തന തോത് കൂടുതൽ ഏത് പ്രകാശത്തിലാണ്? ചുവപ്പ് പ്രകാശത്തിൽ, മഞ്ഞ പ്രകാശത്തിൽ, വെളുപ്പ് പ്രകാശത്തിൽ, കറുപ്പ് പ്രകാശത്തിൽ. പ്രകാശ സംശ്ലേഷണ പ്രവർത്തന തോത് ചുവപ്പ് പ്രകാശത്തിലാണ് ഏറ്റവും കൂടുതൽ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദ വിഭാഗം ഏത്? കൊതുക്, കടന്നൽ, ചിത്രശലഭം, പാറ്റ. ഭൂമിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷഡ്പദ വിഭാഗം എന്ന് പറയുന്നത് അത് കടന്നലാണ്. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? കാൽസ്യം, മഗ്നീഷ്യം, സോഡിയം ഇവയെല്ലാം. വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായിട്ടും മഗ്നീഷ്യമാണ്. അയൺ ധാരാളം അടങ്ങിയിരിക്കുന്ന പച്ചക്കറി ഏതാണ്? ചീര, മുരിങ്ങയില, മത്തൻ, പടവലം. മുരിങ്ങയിലയാണ് ശരിയായ ഉത്തരം.